യൂസ് ചെയ്യണമെന്നില്ല, പക്ഷെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബിഗിനേഴ്സിൻ്റെ സ്കിൻ കെയറിനെ പറ്റിയാണ് വീഡിയോ വന്നിട്ട്. പിന്നെ നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൽ മാത്രമല്ല നമ്മുടെ സ്കിൻ ചേഞ്ച് ആവുന്നതും നമ്മൾ കഴിക്കുന്ന ഫുഡിലും ഒക്കെയാണ് നമ്മുടെ സ്കിന്നൊക്കെ ചേഞ്ച് ആവുന്നത്. അതുപോലെ തന്നെ വെള്ളം ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കണം നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിപ്പം ഒരു പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ബിഗിനേഴ്സ് ഇപ്പോൾ സ്കിൻ ഇപ്പോൾ കെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ടോണർ, നമ്മുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇതിൽ മസ്റ്റാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇത് 3 നിങ്ങൾ വേറെ ഒന്നും യൂസ് ചെയ്യണം. ഇത് 3 യൂസ് ചെയ്ത് തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ല ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാനുണ്ട്. അതുപോലെ ഇപ്പോൾ സെറം യൂസ് ചെയ്യുന്നവരുണ്ടാവും. എല്ലാവരും സെറം യൂസ് ചെയ്യുന്നവരായിരിക്കുന്നില്ല, പക്ഷെ സെറം. അതുപോലെ തന്നെ ഇപ്പോൾ സെറം എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല, പക്ഷെ ചെയ്യാം. അപ്പം സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് ഇപ്പോൾ സെറം യൂസ് ചെയ്യാൻ. ഇപ്പം നമുക്ക് ഓയിലി സ്കിന്നുണ്ട്, ഡ്രൈ സ്കിന്നുണ്ട്, കോമ്പിനേഷൻ സ്കിന്നുണ്ട്, നോർമൽ സ്കിന്നുണ്ട്. ഇപ്പോൾ ഓയിലി സ്കിൻ എന്ന് പറയുമ്പോഴത്തേനും ഒരു ചെറിയൊരു ഷൈനിയാണ്, അതൊക്കെ നമ്മൾ നോക്കാൻ പറ്റും. പിന്നെ പോൾസ് ഒക്കെ വിസിബിൾ ആയിരിക്കും ഓയിലി സ്കിൻ എന്ന് പറയുമ്പോഴത്തേനും. എന്നാൽ ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോഴത്തേനും പോൾസ് ഒന്നും വിസിബിൾ ആയിരിക്കില്ല. പിന്നെ സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ കാണുന്നത് എപ്പം ഡ്രൈ ആയിരിക്കുമല്ലോ. അതുപോലെ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ ഒരു T-സോൺ ആയിരിക്കും. നമ്മുടെ ഇവിടെ ചിലപ്പോൾ ഓയിലി, ഇവിടെ ഓയിലി, ഇവിടെ രണ്ടിടത്ത് ചിലപ്പം ഡ്രൈ ആയിരിക്കും. അതാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. പിന്നെ നോർമൽ സ്കിൻ എന്ന് പറയുമ്പോൾ എല്ലാം നോർമലായിരിക്കും. കോമ്പിനേഷൻ സ്കിൻകാർക്കുള്ള വേറൊരു കുഴപ്പമാണ് നോസിൻ്റെ അവിടെ എപ്പോഴും വൈറ്റ് ഹെഡ്സ് ഇങ്ങനെ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്താണ് കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ ടൈപ്പ് സെറമാണ്, അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറംസ് ആണ് ഹൈലറോണിക് ആസിഡ്, സെറാമൈഡ്സ്, അതുപോലെ പോളിഗ്ലൂട്ടാമിക് ആസിഡൊക്കെ ഡ്രൈ സ്കിൻ യൂസ് ചെയ്യാം. നമ്മുടെ നോർമൽ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറംസ് ആണ് ഗ്ലൈക്കോളിക് ആസിഡ്, റെറ്റിനോള്, അതുപോലെ തന്നെ വൈറ്റമിൻ സി എന്ന് പറയുന്നത്. പിന്നെ കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയത് നിയാസെറമൈഡും ഗ്ലൈക്കോളിക് ആസിഡുമാണ്. അതുപോലെ നമ്മുടെ ഓയിലി സ്കിന്നിന് പറ്റിയ സെറംസ് എന്ന് പറയുന്നത് നിയാസെറമൈഡും സാലിസിലിക് ആസിഡുമാണ്. അതുപോലെ സ്കിൻ കെയറിൽ ഇപ്പോൾ എന്ത് തന്നെ ചെയ്താലും നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്യണം. ഹാൻഡ്സ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ ഇപ്പോൾ മോയ്സ്ചറൈസർ ആണെങ്കിലും ഐസ് ക്യൂബ് വയ്ക്കുന്നതാണെങ്കിലും എന്ത് ചെയ്താലും ഫസ്റ്റ് ഹാൻഡ് വാഷ്, അതിനുശേഷം മാത്രമേ ഫേസിൽ എന്ത് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അഴുക്കൊക്കെ കൊണ്ട് നമ്മുടെ മുഖത്ത് കുരുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ സ്കിൻ കെയറിനെ പറ്റിയുള്ള ഒരുപാട് ഹോം റെമഡീസിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് ഓടിപ്പോയിട്ട് അതിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന മുന്നോട്ട് നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് ആയാലും സൺസ്ക്രീമിൽ അഫോർഡബിൾ ആയിട്ടുള്ളതുണ്ട്. നമ്മുടെ മാമഅർത്തിൻ്റെ ആയാലും ലോട്ടസിൻ്റെ ആയാലും ലാക്മിയുടെ ഒക്കെ ആണെങ്കിലും. അതുപോലെ തന്നെ ഇപ്പോൾ സ്കിൻ കെയറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണം എന്നിട്ട് ഓടിപ്പോൾ നമ്മളത് മേടിച്ച് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് അതിപ്പോൾ റാഷസും ഇച്ചിങ്ങൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ അഫോർഡബിൾ ആയിട്ടുള്ള ഇന്ന ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം നമ്മുടെ ഫേസിനത് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നൊക്കെ, എന്നിട്ട് നമ്മൾ മേടിക്കാവുള്ളൂ. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എൻ്റെ സ്കിന്നിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് എനിക്ക് സ്കിന്നൊക്കെ ട്രാൻസ്ഫോം ആകാനുള്ള വീഡിയോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പം മോർണിംഗിൽ ഒരു ടോണർ, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. സൺസ്ക്രീൻ ഇടാതെ പുറത്തിറങ്ങുകയേ ചെയ്യരുത്. മസ്റ്റാണ് സൺസ്ക്രീൻ നടന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നൈറ്റിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് പാക്ക് എന്തെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഹോം റെമഡീസ് ആയിട്ടുള്ള പാക്കൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് ഇടാം. അതിനുശേഷം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ്. പിന്നെ രാവിലെ മോർണിംഗിൽ നമുക്ക് ഐസ് ക്യൂബ് വെച്ച് നമ്മുടെ ഫേസിലൊന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നല്ലൊരു ഫ്രഷ്നസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിന് കിട്ടും.
അപ്പോൾ അടുത്ത വീഡിയോയിൽ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷനെ പറ്റിയും എൻ്റെ വെയ്റ്റ് ഗെയിനെ പറ്റിയും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ സ്കിൻ കെയറിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.